my dears, welcome back to Krish Vlogs. Very good morning. അപ്പം മിക്കതും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നത് രാത്രി ആയിരിക്കും, പിറ്റേ ദിവസം മോർണിംഗിലായിരിക്കും കേട്ടോ. ഏറെക്കുറെ ഇത് നിങ്ങൾ കാണുക. എപ്പോഴാണ് അപ്ലോഡ് ആവാമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കിടക്കാൻ നേരത്ത് ഇതിൻ്റെ പണിയൊക്കെ തീർത്ത് ഇതിനെ അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ടേ ഞാൻ കിടക്കുള്ളൂ എന്ന് ഈ വീഡിയോ എടുക്കുമ്പോഴേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഓണം കഴിഞ്ഞിട്ട് ഞാനൊരു 1 വീക്ക് എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ പോയി നിന്ന സമയത്ത് കുറച്ച് ദിവസമായി വിചാരിക്കണു ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ എടുക്കണം എന്ന്. അപ്പം ഞാൻ ട്രൈപോഡൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അവളെ കൊണ്ട് എടുപ്പിക്കാമെന്ന്. അപ്പം അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് എടുത്തതാണ്. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഞാൻ രാവിലെ എഴുന്നേക്കണേക്കാളും മുന്നേ തന്നെ വീഡിയോ എടുക്കണം, അങ്ങനെ എണിപ്പിക്കണം, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടി അതൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്താ രാവിലെ എഴുന്നേറ്റ് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. കാരണം ഇനി എന്തായാലും കൊച്ചിനെ കൊണ്ട് കിടത്തേണ്ടതൊക്കെയാണ്. അപ്പം അത് കാരണം ആണ് കേട്ടോ ഒന്ന് ക്ലീനൊക്കെ ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും ചെയ്യില്ല, ഞാൻ സ്കിപ്പ് ചെയ്യും. ഞാൻ ഭയങ്കര മടിച്ചിയാണ് ചിലപ്പോഴൊക്കെ, അല്ലെങ്കിൽ എനിക്ക് മടി ഇത്തിരി കൂടുതലാണ്. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാത്തുമ്മ വെളുപ്പിനൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേക്കും കേട്ടോ. അപ്പോൾ അമ്മ അവൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അമ്മ വന്ന് എടുത്തു കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ എടുത്തു കൊണ്ടുപോകുമ്പോൾ എനിക്ക് കുറച്ച് സമയം കിടന്നുറങ്ങാം. പിന്നെ അവനെ ഫീഡ് ചെയ്യണമെങ്കിൽ മാത്രമാണ് അമ്മേൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുള്ളൂ. ഇടയ്ക്കൊന്ന് കൊണ്ടുവന്ന് ഫീഡ് ചെയ്തിട്ട് പോകും. രാത്രി ഫുള്ള് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ശരിക്കും ഉറങ്ങുകയല്ലല്ലോ. ഇടയ്ക്ക് എഴുന്നേറ്റും ഇടയ്ക്കിടയ്ക്ക് ബേബി എണീക്കും. അപ്പോൾ എണീക്കുമ്പോൾ ഫീഡ് ചെയ്യും, അവന് നോക്കും, ഉറക്കും, അങ്ങനെ. അപ്പോൾ രാവിലെ ആ ഒരു പുലർച്ച തൊട്ട് അമ്മ അവനെടുത്ത് കൊണ്ടുപോയിട്ടുള്ള ആ ഒരു ബാക്കിയുള്ള ആ ഒരു കുഞ്ഞു ടൈമാണ് ശരിക്കും ഒന്ന് നന്നായിട്ടൊന്ന് കണ്ണടയ്ക്കണത്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ഫസ്റ്റ് ഞാൻ ചെയ്യുക കുഞ്ഞിന് ഫുഡ് ഉണ്ടാക്കലാണ് കേട്ടോ. കാരണം കുറച്ച് നേരം അങ്ങോട്ട് തെറ്റി അപ്പോഴത്തേക്ക് അവന് ഉറക്കം വരും. കാരണം നല്ലോണം നേരത്തെ എണീക്കണതല്ലേ, അപ്പോൾ വാശിയാവും, കരച്ചിലാവും. പൊതുവേ ഫുഡ് കഴിക്കാൻ നല്ല മടിയാണ് കേട്ടോ. നല്ല മടിയും കരച്ചിലും വാശിയൊക്കെയാണ്. ഞാൻ കാത്തിന് 6 മന്ത് വരെ ഞാൻ 6 മന്ത് വരെ ഞാൻ ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എൻ്റെ മോൻ 7 kg ഉണ്ടായിരുന്നു, അവന് 6 മാസം വരെ. അത് കഴിഞ്ഞ് ഇതേ 6 മന്ത് കഴിഞ്ഞപ്പോൾ 6 മന്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ഇത് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം റാഗി, അതുപോലെ തന്നെ നേന്ത്രപ്പഴം, ഇതൊക്കെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം ഞാൻ നല്ല ബ്രസ്റ്റ് മിൽക്ക് ഫോർമുലയിലാണ് കേട്ടോ ഞാൻ കണ്ടിന്യൂ ചെയ്യണത്. ഒരു 8 മന്തൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് തിക്കാക്കണുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു 2 സ്പൂണൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പോവും. 3-4 സ്പൂണൊക്കെ അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ അവിടെ കരച്ചിലായി, മേത്ത് വെച്ച് തേക്കലായി, ഉറക്കം വരലായി, വാശിയായി. ഫുഡ് കഴിച്ച് കഴിയണോടുകൂടി അവൻ എന്തായാലും വാശി പിടിച്ച് അലമ്പുണ്ടാക്കി അങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കിയ കുട്ടീനെ അത് അച്ഛൻ വന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ജിമ്മിൽ പോയി വന്നതാണ് അച്ഛൻ. അച്ഛൻ്റെ സൗണ്ട് കേൾക്ക് എന്തെങ്കിലും അച്ഛൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായാൽ പിന്നെ അവൻ ഉറങ്ങില്ല. അത് എത്ര ഉറക്കത്തിൽ നിന്നാണെങ്കിലും വേഗം ചാടി എണിച്ച് കാര്യം അന്വേഷിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ വീട്ടിലാണെങ്കിലും അച്ഛൻ രാവിലെ ജിമ്മിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ജിമ്മ് കഴിഞ്ഞ് വരുമ്പോഴോ അല്ലെങ്കിൽ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴോ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കുഞ്ഞുവിനെ കയറി കണ്ടിട്ടാണ് കേട്ടോ പോവുള്ളൂ. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ മോർണിംഗ് വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ കാത്തൂൻ്റെ ഫുഡടി കഴിഞ്ഞു, ഒരു ഉറക്കം കഴിഞ്ഞു, അവൻ എഴുന്നേറ്റു. ഇനി എണ്ണ തേച്ചിട്ടുള്ള ഒരു കുളിയാണ് നമുക്കുള്ളത്. എണ്ണ തേപ്പിച്ചാൽ അധികം നേരം കെടുക്കില്ല, കരച്ചിലും വാശിയും ബഹളൊക്കെയാണ്. അപ്പം ഞാൻ എണ്ണ തേപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുളിക്കാനുള്ള വെള്ളം വയ്ക്കും. പെട്ടെന്ന് തന്നെ ഞാൻ കുളിപ്പിച്ചെടുക്കും കേട്ടോ. കാരണം അധികം നേരം കാത്തു കെടുക്കുകയില്ല. കുളിക്കണ വരെ ഇവിടെ ഒരു അംഗമെട്ടാണ്. ഞങ്ങളുടെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഞങ്ങൾക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാത്തു സർ ഭയങ്കര ബിസി ആയിരുന്നു. അതന്നെ ഈ ക്രീം വേണം. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് ബേബിക്ക് യൂസ് ചെയ്യുന്ന ഡൈപ്പർ ഏതാണ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബേബിക്ക് യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും മാത്രമായിട്ട് ഇതുവരെ കാത്തുന്ന എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ബേബി പ്രോഡക്ട്സിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ ഒരു ലേസി ഡേ ആണ്. ഭയങ്കര മടി പിടിച്ചിട്ട് വീട്ടിൽ വേറെ പണിയൊന്നും ഇല്ലാണ്ട് ചുമ്മാ കുത്തിയിരുന്ന് എടുത്ത ഒരു ലേസി ഡേ ഇൻ മൈ ലൈഫാണ്. ഇത് എൻ്റെ വീട്ടിലൊക്കെയാണ്. ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് വേറൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. അപ്പോൾ രാവിലെ ഇപ്പോൾ 11 മണി ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഇത്ര സമയത്തോടു കൂടി നമ്മുടെ
അപ്പോൾ കാത്തുവിൻ്റെ ഫുഡ്, അവൻ്റെ എണ്ണ തേച്ചിട്ടുള്ള കുളി, അവൻ്റെ പ്ലേ ടൈം, അവൻ്റെ ഒരുവിധം രാവിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പുള്ളി ഉറങ്ങുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാരണം ഇതിൻ്റെ ഇടയിൽ ഞാൻ പല്ല് തേച്ചു, ഞാൻ ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ ഞാൻ കുളിയും ജപമൊന്നുമില്ല, ചുമ്മാ അങ്ങനെ ലേസി ആയിട്ട് കിടന്നുറങ്ങുക, ഫോണിൽ നോക്കുക, അങ്ങനെയൊക്കെ. ഇവിടെ ഇപ്പം മാമയും കസിൻസും എല്ലാവരും അമ്മൂമ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊച്ചിന് നോക്കുന്ന കാര്യത്തിൽ കുറച്ചധികം ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ. നേരെ പറിച്ചപ്പോൾ നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കാത്തുറങ്ങുന്ന ടൈം കൊണ്ട് നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അലക്കുക, തുടയ്ക്കുക, അടിക്കുക, കടുക്കുക, പിടിക്കുക. അപ്പോൾ നമ്മൾ ബിസിയാണ്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും ബോറടിക്കില്ല. കൊച്ചുറങ്ങുന്ന സമയം കൊണ്ട് നമ്മുടെ ബാക്കിയെല്ലാം കഴിയും. അപ്പോഴത്തേക്കും കൊച്ചെനിക്കും വീണ്ടും അവൻ്റെ കാര്യങ്ങൾ നോക്കും. പിന്നെ അവനുറങ്ങുമ്പോഴത്തേക്കും വീണ്ടും വൈകുന്നേരത്തെ കാര്യങ്ങളായി, അവൻ്റെ ഫുഡായി, അവൻ്റെ വീട്ടിലത്തെ ബാക്കി കാര്യങ്ങളായി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡേ ഭയങ്കര സ്പീഡായിട്ട് പോകും. ഇവിടെയും നമുക്ക് ടൈമൊക്കെ പെട്ടെന്ന് പോകും. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ കാമാണ്, റിലാക്സ്ഡ് ആണ്. ഓഫ് കോഴ്സ് യു നോ, സ്വന്തം വീട്ടിൽ പോയി നിൽക്കുമ്പോൾ എന്തായാലും അങ്ങനെയാണല്ലോ. അപ്പം നമ്മൾ ഓണം പ്രമാണിച്ചിട്ട് കുറച്ച് നാൾ, ഒരു 1 വീക്ക് കഴിഞ്ഞാൽ ഓണത്തിന് പിറ്റേ ദിവസം വന്നതാണ്. ഇനിയിപ്പോൾ ഈ സൺഡേ ഞാൻ തിരിച്ചു പോകും. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇന്ന് ഫ്രൈഡേ ആണ്. ഈ വീഡിയോ എഡിറ്റൊക്കെ ചെയ്തിരുന്ന് വരുമെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് നോക്കാം. എന്തായാലും പെട്ടെന്ന് ഇടാൻ ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയാൽ എനിക്ക് റേഞ്ച് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. റേഞ്ച് ഒരു ഭയങ്കര ഇഷ്യൂ ആണ് അവിടെ. റേഞ്ച് ഉണ്ടെങ്കിൽ തന്നെയും ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തത് ഇട്ട് കഴിഞ്ഞ് അപ്ലോഡ് ആവാനൊക്കെ ഇഷ്ടം പോലെ ടൈം എടുക്കും. അപ്പോൾ അതൊക്കെ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പം നമുക്കിനി ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണാം. ഇന്നിപ്പോൾ ഇവിടെ എൻ്റെ അനിയത്തിയുണ്ട്. ഇപ്പം ഞാൻ ട്രൈപോഡ് കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ഇവളെ എനിക്ക് ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി എനിക്ക് വീഡിയോസൊക്കെ എടുത്തരും. വീഡിയോ എടുക്കണം, ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. വളരെ പെട്ടെന്ന് യാദർശികമായിട്ട് ചെയ്തതാണ്. ഇത് നമുക്ക് കാത്തുൻ്റെ മേക്കപ്പ് ടൈമാണ്. അപ്പോൾ നമുക്ക് പോയി കാത്തുൻ്റെ മേക്കപ്പ് ഇടാം. ഓക്കെ. ശരിക്കും കുഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനെ കണ്ണെഴുതുക, പുരുകനെഴുതുക, പൊട്ടുകുത്തുക, അതൊന്നും ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. കാരണം എന്തൊക്കെ പറഞ്ഞാലും കൺമഷി യൂസ് ചെയ്യരുതെന്ന് തന്നെയാണ് എല്ലാ ഡോക്ടേഴ്സും പറയാറ്. പക്ഷേ എനിക്കിഷ്ടമാണ്. പിന്നെ വീട്ടിലും എല്ലാവരും പറയും കണ്ണെഴുതണം, പിരിങ്ങനെ എഴുതണം, പൊട്ടുകുത്തണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഞാൻ ആദ്യമൊക്കെ കാത്തുമ്മയ്ക്ക് ഒരു 90 കഴിഞ്ഞിട്ടും 90 വരെ ഞാൻ കണ്ണൊക്കെ നന്നായിട്ട് എഴുതിച്ച് അങ്ങനെയൊക്കെയാണ് ഇതാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കണ്ണെഴുതൽ അങ്ങോട്ട് നിർത്തി. കാരണം കുഞ്ഞിങ്ങനെ കൈവച്ച് തിരുമ്പൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും കണ്ണിൻ്റെ ഉള്ളിലേക്കൊക്കെ പോവില്ലേ എന്ന് വെച്ചിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് അവൻ്റെ ഐബ്രോസ് ഒന്ന് എഴുതി കൊടുക്കും, അതുപോലെ തന്നെ പൊട്ടും വയ്ക്കും കേട്ടോ. എനിക്കിഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ. എന്തായാലും ബേബി ബോയ് അല്ലേ, നമുക്ക് ഇപ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് വലുതായി അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് 2-3 ദിവസമൊക്കെ ആയിട്ടോ. അപ്പോൾ ഇത് അമ്മുമ്മയും അച്ചുവും പോവുകയാണ്. അപ്പോൾ അവർ പോകാനായിട്ടുള്ള ഓട്ടോ വന്നിട്ടുണ്ട്. മേമ ഇന്ന് തന്നെ പോവും, ഈവനിങ് ആണ് മേമ പോവുക. ഇവർ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും പോവും. അനിയത്തി ബാംഗ്ലൂർ നഴ്സിംഗ് പഠിക്കുകയാണ്. അപ്പോൾ അവൾക്ക് നാളെ പോകണം. അപ്പോൾ തലേ ദിവസം കുറച്ച് നേരത്തെ പോകണത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ബൈ ബൈ. എടുക്കോ അമ്മ കുട്ടി നോക്കോ അമ്മ വീഡിയോ എടുക്കണം നോക്കോ ഒന്ന് നോക്കോ ജങ്ക നോക്കി. ഞങ്ങളുടെ പ്ലേ ടൈമാണ്. ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞ് എണിച്ചാൽ കുറച്ച് സമയം പിന്നെ ഇങ്ങനെയാണ്. ഇനി അടുത്ത ഉറക്കം വരണ വരെ പോണു. നാട്ടുകാരൊക്കെ നങ്ങിനിയൊക്കെ കാണട്ടെ. സൗസറൊന്നും ഇടാണ്ട് പോവാണ്. അവിടെ സ്ഥലമില്ല പോവാൻ. അത് കഴിഞ്ഞത് അവരൊക്കെ പോയി കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങളുടെ പ്ലേ ടൈമൊക്കെ കഴിഞ്ഞ് കുറച്ചധികം നേരം കളിക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈവനിങ് ഫുഡ് കൊടുക്കാറായി. ഞാൻ ബേബിക്ക് 2 നേരമാണ് ഇപ്പോൾ ഫുഡ് കൊടുക്കണത്. ഒരു 1 മന്ത്
1 മന്ത് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും നാളും ഞാൻ 2 ടൈംസ് ആണ് കേട്ടോ പെർ ഡേ ഞാൻ സോളിഡ് കൊടുക്കണത്. രാവിലെ ഇപ്പം ഇന്ന് റാഗിയാണ് കൊടുത്തത്. അപ്പം ഞാൻ വൈകുന്നേരം കുറച്ച് ചോറും അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പുളിയില്ലാത്ത തൈരും അത് കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ വൈകുന്നേരം കൊടുത്തത്. ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. എന്ത് കഴിക്കുകയാണെങ്കിലും ഫസ്റ്റ് 2-3 സ്പൂൺ, അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ അലമ്പാണ്. അപ്പോൾ കാത്തുന് ഫുഡ് കൊടുക്കുമ്പോൾ ഞാൻ ടി വിയുടെ അടുത്തേക്ക് തിരിച്ചെടുത്തില്ല കേട്ടോ, എൻ്റെ അടുത്തേക്ക് തിരിച്ചെടുത്തും. കാരണം അതൊരു ശീലമായാലോ എന്ന് വിചാരിച്ചിട്ട്. കാത്തുമേ കാത്തുനൊക്കെ എടുത്തന്നെ ഈ ഒരു സാധനം എന്താണെന്ന് കാത്തുൻ്റെ സ്റ്റോറിയിലൊക്കെ ഞാൻ അങ്ങനെ കെടുത്തിയിടുമ്പോഴും അതുപോലെ ഷോർട്സിലുമൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇതെന്തോ ഒരു 5-in-1 ടോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. കാത്തുൻ്റെ 90-ന് അമ്മൂമ്മ ഗിഫ്റ്റ് ചെയ്തതാണത്. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ചോദിച്ചിട്ട് ഞാൻ എൻ്റെ കുറച്ചധികം ഫ്രണ്ട്സിന് ഞാൻ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നോർമൽ ഷോപ്പിലും കിട്ടും കേട്ടോ. ഇത് മീമി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണത്. നമ്മളിപ്പോൾ ഒരു 6 മാസം വരെയൊക്കെ ഉള്ള കുട്ടികളെ, ഒരു 5 മാസം വരെയൊക്കെ ഉള്ള കുട്ടികളെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ബെൽറ്റൊക്കെ ഉണ്ട് കേട്ടോ. ആ ബെൽറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്യുകയാണ്, നമുക്ക് അടുത്ത് കൊണ്ട് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതങ്ങനെ തന്നെ എടുത്ത് നമുക്ക് കൊണ്ടുപോകാം. ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതിങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനത്തുമ്പോൾ ഇങ്ങനെ ഇട്ട് കവർ ചെയ്യാം. നമ്മൾ ഇതിൽ കൊണ്ട് ബേബീനെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസൊക്കെ വരുന്നുണ്ട് കേട്ടോ. 2000 എത്രയാണ് ഇതിൻ്റെ ഒരു റേറ്റ് വന്നിട്ട്, 2000 സംതിങ് ആണെന്ന് തോന്നുന്നു. കുറച്ച് നാളായി മേടിച്ചിട്ട്. കത്തിന് 3 മാസമുള്ളപ്പോൾ മേടിച്ചതാണ്. ഇത്രയും നാളിപ്പോൾ കത്തിന് 7 മന്തായി. ഇപ്പോഴും ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാത്തു ഇതിൽ കടന്ന് കമക്കും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞെഴുന്നേക്കാനൊക്കെ നോക്കും. അപ്പം നമ്മൾ അടുത്തിരുന്നിട്ട് മാത്രമേ ഇതിൽ വെക്കാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബെൽറ്റൊക്കെ ഇട്ടിട്ട് പോകണം, അല്ലെങ്കിൽ ചിലപ്പോൾ ബേബി താഴെ വീഴും. അപ്പോൾ ഇതൊരു അടിപൊളി സാധനമാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം ഒരു വീഡിയോ കേട്ടോ. കാത്തുവിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ നല്ല വേർത്തായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് കുറച്ചെങ്കിലും അമ്മമാർക്കാണെങ്കിലും എല്ലാവർക്കും ന്യൂ മോംസിനൊക്കെ യൂസ്ഫുള്ളായിരിക്കും എന്നാണ് എനിക്ക് തോന്നണത്. കുറച്ച് നല്ല ബ്രാൻഡ്സൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണം എന്നൊക്കെ ഉണ്ട്. മേ ബി ഇൻഷാ അല്ലാ പറ്റട്ടെ. അടുത്ത വീഡിയോ മേ ബി അതായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നമ്മൾ ഇന്നും വൈകുന്നേരം കുറച്ച് സമയം ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അപ്പോൾ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങിയിരിക്കും. അപ്പോൾ നമുക്ക് പ്രകൃതി രമണീയതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി, വായൊക്കെ നോക്കി, അവിടെ എന്ന് പറഞ്ഞാൽ നേരെ ഫ്രണ്ടിൽ റോഡാണ്. അപ്പോൾ നമുക്ക് വായ നോക്കാം. വൈകുന്നേരം അമ്മയും കുഞ്ഞുങ്ങളും കുറച്ച് സമയം വായ നോക്കാനായിട്ട് ഇരിക്കും കേട്ടോ. നല്ലൊരു ടൈമാണിത്. ഞങ്ങൾ ഫോണൊക്കെ മാറ്റി വെച്ച് കഥയൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് കാത്തുൻ്റെ ലോകത്തും കണ്ട ഒരു പ്രശ്നമില്ല. ആൾ എന്താ പറയുക, കാഴ്ചയൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ സമയം ഇപ്പോൾ വൈകുന്നേരമായിട്ട് ഒരു 6:30 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ ഒന്ന് കുളിച്ച് നമ്മൾ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മേം എന്തായാലും പോവാണ്. അപ്പോൾ കുറച്ച് സെൽഫിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഒന്ന് വെറുതെ റെഡിയായി. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ കാത്തുമ്മ ഫുഡ് കഴിച്ച് കുറച്ച് നേരം ഇനി ഉറങ്ങും. ഇനി എഴുന്നേറ്റ ഒരു ഇത്തിരി നേരം ഉണ്ടാവും. അപ്പോൾ ആ സമയം കൊണ്ട് അവനെ കുളിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒരു 1/2 മണിക്കൂറൊക്കെ വേണമെങ്കിൽ കുറച്ച് നേരം കളിക്കുമായിരിക്കും. എന്നിട്ട് പിന്നെ ഉറങ്ങും കേട്ടോ. പിന്നെ പുള്ളി വെളുപ്പിന് എനിക്കുള്ളൂ. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവൻ്റെ ഒരു റൂട്ടീൻ പോയിക്കൊണ്ടിരിക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഡേ ഇൻ മൈ ലൈഫ്. കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് തവണ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പകുതി വരെ ആകുമ്പോഴത്തേനും എനിക്ക് പറ്റാറില്ല. അപ്പം ഞാൻ അങ്ങനെ വിടും. അപ്പോൾ ഇന്നാണ് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും വീഡിയോ ഒന്ന് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയിരിക്കണത്. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയണത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ ബിന്ദു ചേച്ചി എൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ്. പുള്ളിക്കാരി ചിലപ്പോൾ ഒരു കമൻറ്റ് ഉണ്ടാവും, ഇതൊക്കെ എല്ലാവരും ചെയ്യണതല്ലേന്ന്. അതുകൊണ്ടാണ് ഇതിന് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയണത്. എല്ലാവരും ചെയ്യണ നമ്മുടെ ലൈഫിൽ, എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യണ എൻ്റെ ഒരു ഡേ. ഓക്കെ,
ദാ കാത്തു എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ചെറിയ മൂളലും ഞെരിങ്ങലൊക്കെ കേട്ട് ഞാൻ പോയി നോക്കിയപ്പോൾ ഒരാൾ ഇവിടെ എഴുന്നേറ്റ് കിടക്കുകയാണ്. കാത്തുവിൻ്റെ പകലുള്ള ഉറക്കമൊക്കെ എങ്ങനെയാണ്, പൂച്ചുറക്കമാണ് കേട്ടോ. ഒരു 5 മിനിറ്റ്, ഒരു 6 മിനിറ്റ് അങ്ങനെയൊക്കെയാണ് ഇവൻ ഉറങ്ങുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ആകെ ചെയ്തിരിക്കുന്നത് കുളിച്ചു, ജസ്റ്റ് ഒന്ന് കുളിച്ചു, ചായ വെച്ചിട്ടുള്ള പാത്രം ഒന്ന് കഴുകി. ഇതാണ് എനിക്ക് ആകെ കിട്ടിയിട്ടുള്ള ഒരു ടൈം. അത്ര ടൈമൊക്കെയാണ് ഇവൻ പകൽ ഉറങ്ങുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങും. ആ ഉറങ്ങണത് ഇങ്ങനെയാണ് ഉറങ്ങുള്ളൂ. സോ അപ്പോൾ നമ്മുടെ മേമയ്ക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. മേമ അത് അവിടെ റെഡി ആയിട്ട് ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. മേമ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ നിന്ന് വന്നതാണ് കേട്ടോ. 2 ദിവസമായി വന്നിട്ട്. അങ്ങനെ മേമയും പോവാണ്. ഞങ്ങൾ വീണ്ടും ഒറ്റയ്ക്കായി. അതിൻ്റെ അച്ഛൻ വർക്ക് കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാം. കഥ എപ്പോഴും പറയും ഇപ്പോൾ പോവാ ടാറ്റ ബായ് എന്നൊക്കെ പറയണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ബൂ ബൂ പോവാ അവൻ പറയും ബൂ 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 ബൂ, അതായത് പുറത്തേക്ക് പോവാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം നമ്മൾ രാത്രി ഒന്നും അങ്ങനെ പോവാറില്ല, എങ്ങോട്ടും പോവാറില്ല. അപ്പം ഇന്നിപ്പോൾ നമുക്ക് പോവേണ്ട ഒരു ആവശ്യമുണ്ട്. വീട്ടിൽ വേറെ ആരുമില്ല. അപ്പം അതുകൊണ്ട് രാത്രി നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോകണം. രാത്രി എന്ന് പറഞ്ഞപ്പോൾ ഒരു 7 മണി 7:30 ആയിട്ടുണ്ട്. പോവാറില്ല അങ്ങനെ ഈവനിങ്. അപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഓക്കെ, കാത്തുമ്മ ഇവിടെ റെഡി ആയിട്ടൊക്കെയാണ് കിടക്കണത്. കാത്തുനെ ഞാനങ്ങനെ ഉടുപ്പൊക്കെ മാറ്റി ഇതാ റെഡി ആയിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതാ കാത്തുൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആളിതാ ചായയൊക്കെ കുടിച്ച് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള പരിപാടി നോക്കാം. ഈ ഒരു ബേബി ക്യാരി ബാഗ് ഞാൻ ഈ ഓണത്തിന് കാത്തുൻ്റെ അമ്മൂമ്മ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അടിപൊളി സാധനമാണ്. ഞാനിതിൻ്റെ ബ്രാൻഡും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു യൂസും ഇതെങ്ങനെയുണ്ടെന്നും ഒക്കെ ഞാൻ കുഞ്ഞിന് ഞാൻ ഇപ്പോൾ പറഞ്ഞു 2-3 പ്രാവശ്യം ഞാൻ പറയണം. ഇതിൻ്റെ മേടിച്ചിട്ടുള്ള സാധനങ്ങളുടെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ചെയ്യാം. അപ്പോൾ അതിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറയാം കേട്ടോ. ഞാൻ എന്ത് മേടിക്കുമ്പോഴും ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി, ആൾക്കാർ മേടിച്ചിട്ടുള്ളതൊക്കെ നോക്കി നന്നായിട്ട്, കാരണം കുഞ്ഞുങ്ങളുടെ എല്ലാ സാധനങ്ങൾക്കും നിങ്ങൾക്കറിയാമല്ലോ നല്ല പ്രൈസ് ഉണ്ട്. അപ്പം നമ്മൾ നന്നായി റിസർച്ച് ചെയ്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് നോക്കിയിട്ട് തന്നെയാണ് മേടിക്കുള്ളൂ. അങ്ങനെ എനിക്ക് ഭയങ്കര വേർത്തായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു കങ്കാരു ബാഗ് വന്നിട്ട്. അപ്പം നമ്മൾ വൈകുന്നേരം ഒരാവശ്യത്തിന് പുറത്തു പോയതാണ്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. നമ്മളങ്ങനെ പോയി വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇതിനിടയിൽ എൻ്റെ ഫുഡ് അടിയും ചായ കുടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കിട്ടുന്ന ചെറിയ ചെറിയ ഗ്യാപ്പിലൊക്കെ ഞാൻ ഫോൺ ചാർജിലിടുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി ഇതാ വീട്ടിൽ വന്നു. എനിക്ക് ചെറിയൊരു തുമ്മലും ചെറിയൊരു ജലദോഷം പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഈവനിങ് പുറത്ത് പോയതുകൊണ്ടാണോ എന്ന് അറിയില്ല. ഇപ്പം അങ്ങനത്തെ പോക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഫുൾ ടൈം വീട്ടിൽ തന്നെയല്ലേ. കാത്തുമ്മ ഉറങ്ങാനുള്ള ചെറിയ വാശിയൊക്കെ ആയി. അപ്പോൾ അവനെ ഫീഡ് ചെയ്ത് അവനൊന്ന് ഉറക്കിയിട്ട് ഞാനും വേഗം ഫുഡ് കഴിച്ചിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ലേസി ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണു. അപ്പം നമുക്ക് ഇനി എന്തൊക്കെ വീഡിയോസാണ് വേണ്ടത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ എന്താ വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ.